ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കമ്മു പല്ലു. ഇന്ന് നമ്മൾ സൺഡേക്കല്ലേ, അപ്പോൾ നമുക്കൊന്ന് മാളിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാം കേട്ടോ. ഗഡ മാളിലാണ് നമ്മൾ പോകുന്നത്. എൻ്റെ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ആ മാള്. ഇപ്പം അതുപോലെ ചേച്ചിയും ഇല്ല, കാരണം ചേച്ചി ട്യൂഷനിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഏഷ്യൂരൊക്കെ വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് അടുത്ത കഴിഞ്ഞപ്പോൾ ഒരു തൂക്കി ഇച്ചിരി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഓരോ കമ്പനിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നടക്കാൻ. പിന്നെ 2 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അത് നൂല് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല സോഫ്റ്റ് വരുന്ന മുഖത്തൊക്കെ ആക്കുമ്പോൾ നല്ല ചൊറി വരുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല സോഫ്റ്റുമായിരുന്നു കേട്ടോ. അത് മാത്രമല്ല പിങ്ക് കളറിൻ്റെ ആയതുകൊണ്ട് എനിക്ക് നല്ലപോലെ എന്താ പറയുന്നത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സൈഡിൽ കിടക്കുന്ന സ്കൂട്ടേഴ്സ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ബില്ല് കൊടുക്കണം, ചെറിയ പൈസ ആകത്തുള്ളൂ. അത് ആർക്ക് വേണമെങ്കിലും ഓടിക്കാം. പിന്നെ ഇതാണ് ഗഡ മാളിൻ്റെ എൻട്രൻസ്. അവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലപോലെ വെളിയിൽ നിന്ന് തന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമ്മൾ കയറുമ്പോഴത്തേക്ക് ഒരു വലിയൊരു എന്തോ പറയുന്നത് ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ട്രെയിനിൻ്റെ അകത്ത് സാന്റാക്ലോസ് ആണ്. പിന്നെ അവിടുന്ന് ഞാൻ ഇച്ചിരി പിക്കൊക്കെ എടുത്തിട്ട് അകത്ത് പോകുമ്പോഴത്തേക്ക് സാന്റാക്ലോസ് ഇരുന്ന് വണ്ടി ഓടിക്കുന്നതാണ് കേട്ടോ, റെഡ് കളറ്. പിന്നെ കർണാടകയുടെ ഫ്ലാഗ് ഉണ്ടായിരുന്നു. ഇത് ഒരു മങ്കീനൊക്കെ ഞാൻ കണ്ടു കേട്ടോ. പിന്നെ ഈ ട്രെയിനിനകത്ത് കൊച്ചുങ്ങളൊക്കെ ആയിട്ട് ഓട്ടിക്കും കേട്ടോ. ഒരു ഹാഫ് റൗണ്ട് അല്ലെങ്കിൽ 10 റൗണ്ടൊക്കെ ആക്കാനായിട്ട് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര റേറ്റായിരുന്നു. പിന്നെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര സ്റ്റാർസും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു സോഫ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇരുന്ന് എന്തോ പറയുന്നത് പിക്ചേഴ്സൊക്കെ ഇട്ട്. പിന്നെ പുറകിലായിട്ട് ഒരു ലേസറിൻ്റെ ഇതുണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി ഷോക്കൊക്കെ അടിച്ചിട്ടോ. എൻ്റെ മുതുകത്തും അമ്മയുടെ കയ്യിലും അടിച്ചായിരുന്നു മറ്റേ ലേസറിൻ്റെ. പിന്നെ മുകളിൽ വലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ സ്റ്റാർ ഹോൾഡ് ചെയ്യാനായിട്ട്. ക്രിസ്മസ് കഴിഞ്ഞിട്ടും അവിടെ ഡെക്കറേഷനിലൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ടും വരുമ്പോഴത്തേക്ക് എനിക്ക് നല്ലപോലെ കാണാൻ പറ്റി. അവിടെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്നോ അല്ല റിയൽ, അത് തെർമോക്കോളായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു ഹൗസസും ക്രിസ്മസ് ട്രീസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബ്ലൂ ഷോൾ വെച്ചിട്ട് ക്രിസ്മസ് ട്രീനെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ട്രീയും അവിടെ ഉണ്ടായിരുന്നു. ഒരു സർക്കിളിലായിരുന്നു ഇതെല്ലാം ഫുള്ളും. പിന്നെ മുകളിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സ്റ്റാർസൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ 6th ഫ്ലോർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്കലേറ്ററിൽ നിന്ന് പോയപ്പോഴത്തേക്ക് താഴെ നോക്കിയപ്പോഴത്തേക്ക് നല്ല ഒരു വൈബായിരുന്നു കേട്ടോ. മുകളിലത്തെ തൊപ്പിയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ എക്സ്കലേറ്ററിൽ പോയിട്ട് നമ്മൾ എന്തോ പറയുന്നത് സൂട്ട് കേസൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിച്ചിരി പേടിയുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ പോയി കേട്ടോ. പിന്നെ വീരാനൊക്കെ പോയി എടുക്കുമ്പോഴത്തേക്ക് പിന്നെ അമ്മയ്ക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെ സൈഡിലായിട്ടാണ് ഹോൾഡേഴ്സ് ഉള്ളത്. പിന്നെ ഞാൻ എക്സ്കലേറ്ററിൽ പോയി. നല്ല രസമുണ്ടായിരുന്നു പോയിക്കൊണ്ടേയിരിക്കാൻ. പിന്നെ നെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സിലിണ്ടർ ടൈപ്പാണ് കേട്ടോ. അതിനകത്ത് ഈ ആഡൊക്കെ കാണിപ്പിക്കും. 4th ഫ്ലോറിലാണ് അപ്പോൾ നമ്മൾ അതും കാണിക്കും കേട്ടോ. പിന്നെ അവിടെ ഒരു വെൻഡിങ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് സ്കൈ ജമ്പറിലാണ് കേട്ടോ, കൊച്ചുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള. അവിടെ ഇച്ചിരി ഞാൻ കളിച്ചിട്ടൊക്കെ വന്ന്. എല്ലാ റൈഡ്സിലും കയറിയില്ല. മുമ്പിൽ കാണുന്ന ഒരു ഹോഴ്സിൽ പോയിട്ട് പിന്നെ ഞാൻ ഇവിടുത്തെ ജമ്പിൽ 1 മണിക്കൂർ വരെ പോയി കേട്ടോ. നല്ല രസമായിരുന്നു. ചെരുപ്പൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റുമെങ്കിൽ എവിടെയെന്ന് പറയണേ. യെല്ലോ കളർ ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ ഹോഴ്സിലും ഞാൻ പോയി കേട്ടോ. പിന്നെ പുറകിൽ കാണുന്ന ജയൻറ്റ് വീലിലും പോയി. പിന്നെ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. വിശക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കാനായിട്ട് KFC പോയപ്പോൾ ഓർഡർ ചെയ്തായിരുന്നു. ചിക്കൻ ഫ്രൈ, പിന്നെ കൊക്കക്കോള, പിന്നെ ബർഗറും ഫ്രൈസുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ഒരു മൊജിറ്റോവും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടോ. മൊജിറ്റോ ആണെങ്കിൽ ഭയങ്കര ഒരു വലിയ ഗ്ലാസ്സിലാണ് കിട്ടിയത്. പിന്നെ ഞാൻ ഇങ്ങനെയോ എൻ്റെ വലിയൊരു ബർഗറിന് തീർത്തു കേട്ടോ. ചിക്കനാണെങ്കിൽ ചേച്ചിക്ക് ഇച്ചിരി കൂടെ കൊടുക്കാനായിട്ട് വെച്ചു.
ഭയങ്കര തണുപ്പായിരുന്നു. ഓൾറെഡി ബാംഗ്ലൂരിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കൊക്കോക്കോള ഒടിച്ചപ്പോൾ നല്ല തണുപ്പ്. പിന്നെ നമ്മൾ കറങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്ക് അതുകൊണ്ട് എന്തോ പറയുന്നത് ആറ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബുദ്ധയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ റേറ്റ് നോക്കിയപ്പോൾ 4000 റുപ്പീസ് അപ്പം തന്നെ വെച്ച്. അപ്പം പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി കേട്ടോ. പിന്നെ ഗണപതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതും എൻ്റെ ഫേവററ്റ് കളേഴ്സിൽ കേട്ടോ. പിന്നെ നമ്മളവിടത്തേക്ക് പോകുമ്പോൾ താഴെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട് ഗൈസ്. പിന്നെ വീണ്ടും നമ്മൾ മൊജിറ്റോയുടെ എന്തോ പറയുന്നത് പരസ്യമൊക്കെ കണ്ടിട്ട് നമ്മളൊരു ജ്വല്ലറി ഷോപ്പിൽ പോയപ്പോൾ തിളങ്ങുന്ന ഒരു മാർബിൾ പോലത്തെ ഡയമണ്ട് ആണെന്ന് പോലും വിചാരിച്ചു. പിന്നെ നമ്മൾ ഫ്ലവേഴ്സിന് വെച്ച് അതിൻ്റെ അടുത്തായിട്ട് ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല എൻ്റെ ഫേവറേറ്റ് കളർ പർപ്പിളും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് അമ്മ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വെച്ച് കേട്ടോ, ഒരു സ്കൂട്ടറിൻ്റെ. പിന്നെ വേറൊരു കടയിൽ പോകുമ്പോൾ ഇത് മാർബിളിൻ്റെ ഇതാണ് കേട്ടോ, ഫുള്ള് മാർബിൾ. അവിടെ എന്തോ പറയുന്നത് പക്ഷി ഉണ്ടായിരുന്നു. പിന്നെ ക്യാമൽ അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ക്രിസ്റ്റൽസ് പോലെയാണ് കേട്ടോ, എന്തോ പറയുന്നത് ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഫ്ലവേഴ്സ്. ഈ കമൻറ്റിലിടുന്ന എന്തോ പറയുന്നതെന്ന്. പിന്നെ എന്തോ പറയുക, വെളിയിലൊക്കെ നമ്മൾ കറങ്ങിയിട്ട് അവസാനം വെളിയിലൊക്കെ വന്ന് അപ്പോൾ ഒരു കുരങ്ങനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പേജ് ചെയ്യത്തില്ല. ഈ മാൾ എപ്പോഴാണ് നിർത്തുന്നത് അപ്പോഴേ ഈ എന്തോ പറയുന്നത് ട്രെയിനൊക്കെ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ് തോന്നുന്നത്. ഓരോ റൈഡിലും ഓരോരോ ആൾക്കാർ വരുന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മൾ ഇച്ചിരി നേരം എവിടെ അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്ക് ചെഫ് പിള്ളയുടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി എന്തായാലും വരാൻ പോവുകയാണ് ട്യൂഷനിൽ നിന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ടായിരുന്നു. വലിയ വലിയ പൈൻ ട്രീസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് പേരുണ്ട് ആ ട്രീസിൻ്റെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടെ കമൻറ്റിൽ ഇട്ടേക്കുന്നത്. പിന്നെ ഫുട്പാത്തിൽ കൂടെ ആയിരുന്നു നമ്മൾ പോയത് കേട്ടോ. നല്ല രസമായിരുന്നു. അത് മാത്രമല്ല ഭയങ്കര തണുപ്പും കൂടെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ്, സ്വെറ്ററല്ല നല്ല തണുപ്പാണെങ്കിലും എല്ലാവരും എന്തോ പറയുന്നത് ചെറിയ ഷോർട്ട് ഡ്രസ്സൊക്കെയാണ് ഇട്ടുകൊണ്ട് വരുന്നത്. പിന്നെ അടുത്തായിട്ടൊരു ചർച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ മേളയിൽ വന്നതാണ്. മേളയിൽ വന്നപ്പോൾ ക്ലോസ് ആയിരുന്നു ചില കടയിലൊക്കെ. പക്ഷേ എന്നാലും ചില കടയിലൊക്കെ ഓപ്പൺ ആയിരുന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇച്ചിരി ഒരു കിച്ചൺ മേടിച്ചു കേട്ടോ. അത് നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കിച്ചൺ. പിന്നെ ക്ലോത്ത്സിൻ്റെ ഇതൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹണി ഉണ്ടായിരുന്നു അവിടെ. കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു മേള കുറേ ദിവസത്തിലേക്ക് നിൽക്കും കേട്ടോ. പിന്നെ ഒരു കടയിൽ കയറി അതെല്ലാം എംപ്റ്റി ആയിരുന്നു കേട്ടോ. കാരണം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി കേട്ടോ. പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ അവിടെ റൗണ്ട് അടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അത് നല്ല രസമുണ്ടായിരുന്നു കാരണം പാറ്റേൺസ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാല് കിച്ചനും കൊണ്ട് ദാണ്ട് അത് വെച്ച് കളിച്ചിട്ടൊക്കെ വരുവാണ്. ഇത് പുറകിൽ കാണിക്കുകയാണ് കേട്ടോ ഉദ്ഘാടനത്തിൻ്റെ ഇത്. പിന്നെ നല്ല രസമായിരുന്നു. എൻ്റെ കളർഫുൾ പിന്നെ എന്തോ പറയുന്നത് കളർഫുൾ. അപ്പോൾ അടുത്തായിട്ട് ഇത് ഹാൻഡ് മെയ്ഡ് സാരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്നാക്സും ഫുഡ് ഐറ്റംസും ആയിരുന്നു തോനെയുള്ളത് കേട്ടോ. പിന്നെ ഞാൻ എന്തോ പറയുന്നത് കിച്ചനൊക്കെ നല്ല രസമായിരുന്നു. ഒരു ഒക്ടോബസ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ മറക്കാതെ ലൈക്ക് ബട്ടണും പിന്നെ സബ്സ്ക്രൈബ് അടിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.